ഈ കാലഘട്ടത്തിലുവേ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന, കൈനോട്ടക്കാരുടെ മുമ്പിൽ പോകുന്ന, ഭാഗ്യ നമ്പർ കൊണ്ട് നടക്കുന്ന, വാരഫലം നോക്കുന്ന വിശ്വാസികളോടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്, മുഅ്മിനീങ്ങൾ എന്ന് പറയും. ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് മുഅ്മിനീങ്ങളെന്ന് പറയുക. ആറാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്. അതിനെ തടുത്തു മാറ്റാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ സ്വതക്ക കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് ഏറ്റവും കരണീയമായ മാർഗം. മുൻകൂട്ടി ഒരാളുടെ ഭാവിയെക്കുറിച്ച് അറിയുക എന്ന് പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വാരഫലമോ കൈനോട്ടമോ ജ്യോത്സ്യനെ സമീപിക്കലോ ഒന്നും ഒരു കാരണവശാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വസിക്കാനോ അങ്ങനെ അവരെ സമീപിക്കാനോ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ വരെ സാധ്യതയുണ്ട്. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. നാട്ടിൻപുറങ്ങളിൽ സാധാരണമായി നടന്നു വരുന്നതും നമുക്ക് കാണാം. എന്നാൽ കാര്യസാധനവും പ്രയാസങ്ങളെ നീക്കലുമൊക്കെ ഒരു മനുഷ്യൻ്റെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന വികാരങ്ങളാണ്. അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരികയും അത്തരം വഴികളിലൂടെ ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളുടെ ചതിക്കുഴികളിൽ നമ്മൾ പെടാതിരിക്കുക. ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകളിൽ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പെട്ടുപോകരുത്. നാഥനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ, പ്രവാചകൻ്റെ അനുചരന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ, മുൻഗാമികളായ പണ്ഡിത സമൂഹം നമുക്ക് കാണിച്ചു തന്നതുപോലെ, പരിശുദ്ധമായ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന ഇത്തരം പ്രവണതകളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ സഹോദരിമാർ ഇത്തരം ചതികുഴികളിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്നപ്പെടാറുണ്ട്. അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇനിയും നമ്മൾ അതിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാഥനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ചതിക്കുഴികളെ തൊട്ടും നമ്മളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.